ദശകം 15 8-ാമത്തെ ശ്ലോകം വായിച്ച് അർത്ഥം പറയാം. ഇതിൽ ഒരു ധാർമ്മികനായിട്ടുള്ള ഒരാൾ സൽക്കർമ്മങ്ങൾ ചെയ്തും ഫലം ആഗ്രഹിച്ചു കൊണ്ട് ചെയ്യുന്നവർക്ക് എന്താണ് കിട്ടുക എന്നും ഫലം ആഗ്രഹിക്കാതെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് എന്താണ് സംഭവിക്കുക എന്നുള്ളതുമാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം വായിക്കാം. പിതൃസുരഗണയാജി ധാർമ്മികോ യോഗഹസ്താഃ സച നിപതതി കാലേ ദക്ഷിണാർത്ഥോപഗാമി മയി നിഹിതമകാമം കർമ്മ തു ദക്പദാർത്ഥേ കപിലതനുരിതിത്വം ദേവഹൂത്യൈ നഗാദി. പിതൃസുരഗണയാജി പിതൃക്കൾ മരിച്ചുപോയവർ, സുരഗണയാജി ദേവന്മാർക്കും വേണ്ടി, ധാർമ്മികമായ, യോ ഗൃഹസ്ഥ ധർമ്മപ്രവൃത്തികൾ ചെയ്യുന്ന യാതൊരാളാണോ, സച അവനാകട്ടെ, ദക്ഷിണ അത്വാ ഉപഗാമി തെക്കോട്ടുള്ള ആ വഴിയിലൂടെ പോയിട്ട്, കാലം വന്നു ചേർന്നാൽ, സമയം എന്ന് വെച്ചാൽ മരിക്കുന്ന സമയം മരിച്ചു കഴിഞ്ഞാൽ ആ ശരീരം ഉപേക്ഷിച്ചിട്ട് സൂക്ഷ്മ ശരീരമാണ് പോകുന്നത്. ആ തെക്കോട്ടുള്ള വഴി കൂടി പോകുന്നത് സൂക്ഷ്മ ശരീരമാണ് പോകുന്നത് എന്നാണ് പറയുന്നത്. നിപതതി വീണ്ടും വന്നു ജനിക്കുന്നു, അത് പോയിട്ട് വീണ്ടും വന്ന് ജനിക്കുന്നു. അങ്ങനെ ചെയ്ത പുണ്യം കൊണ്ട് ദക്ഷിണഫലത്തിലേക്ക് പോകുന്നു, പുണ്യഫലങ്ങളെല്ലാം അനുഭവിക്കുന്നു, എന്നിട്ട് വീണ്ടും ജനിക്കുന്നു. ജനനം മരണം എന്ന അനുഭവങ്ങൾ വരുന്നു എന്നാണ് ഇതിൽ 2 വരിയിലും പറയുന്നത്. അടുത്ത് മയി നിഹിത മകാമം, മയി എന്നിൽ നിഹിതം അർപ്പിക്കപ്പെട്ടത്, മകാമം അകാമം കർമ്മമൊന്നും ആഗ്രഹിക്കാതെ ചെയ്യുന്ന കർമ്മം, പ്രതിഫലമൊന്നും ആഗ്രഹിക്കാതെ ചെയ്യുന്ന കർമ്മം. നിഹിത കാമം കർമ്മ തൂതക് പദാർത്ഥേ വടക്കോട്ടുള്ള വഴിയിൽ കൂടി കൊണ്ടുപോകുന്നു എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ ഒരു ആഗ്രഹവും കൂടാതെ നമ്മൾ ചെയ്യുന്ന കർമ്മ പ്രവൃത്തികൾ ചെയ്താൽ അത് നമ്മളെ വടക്കോട്ടുള്ള വഴിയിൽ കൂടി കൊണ്ടുപോകുന്നു എന്ന് വെച്ചാൽ നമുക്ക് മോക്ഷം കിട്ടി ഭഗവാനിൽ ലയിക്കുന്നു എന്നാണ് ഈ വരിയിൽ പറയുന്നത്. കപിലതനുരിതിത്വം ദേവഹൂത്യൈ നഗാദി. കപിലതനു പ്രകാരം നിന്തിരുവടി, കപില ഭഗവാനായി ജനിച്ച നിന്തിരുവടി അമ്മയായ ദേവഹൂതിയോട് പറഞ്ഞു എന്നാണ് പറഞ്ഞത് എന്നാണ്. ധാർമ്മികമായ യാതൊരു ഗൃഹസ്ഥനാണോ, ഗൃഹസ്ഥ പിതൃഗുണയാജി പിതൃക്കൾക്കും ദേവന്മാർക്കും വേണ്ടി നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, സച അവനാകട്ടെ, ദക്ഷിണോത്ഥാപഗാമി എന്ന് വെച്ചാൽ ആ തെക്കോട്ടുള്ള വഴിയിൽ കൂടി പോകുന്നു. കാലേ നിപതതി വീണ്ടും ജന്മമെടുക്കാൻ ഭൂമിയിലേക്ക് തന്നെ വരുന്നു. മയി നിഹിതം എന്നിൽ അർപ്പിക്കപ്പെട്ട്, ഒരു അകാമം കർമാതു ഒരു ഫലവും ഇച്ഛിക്കാതെ കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ആ മോക്ഷം കിട്ടുന്നു. ഇതാണ് കപില ഭഗവാൻ അമ്മയ്ക്ക് ഉപദേശിക്കുന്നത്.